പ്രവാസികളുടെ വെക്കേഷൻ മാസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും നാട്ടിലെത്തിയതിന്റെ ത്രില്ലിലും അതിയായ സന്തോഷത്തിലുമായിരിക്കും. പലയിടങ്ങളിലും പോകാനും ബന്ധുമിത്രാദികളെ കാണാനും കഴിയുന്നതിന്റെ ആകാംക്ഷയിലുമെല്ലാമാണ് പ്രവാസികൾ ഓരോരുത്തരും. പ്രവാസ നാടുകളിലെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇക്കൂട്ടർ കേരളത്തെയും അത്തരത്തിൽ തന്നെ ഗണം ചേർക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ അടുത്തെറിഞ്ഞ കേരളത്തിന്റെ മുഖമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത കൂടി നിങ്ങൾ നാടണയുന്ന പ്രവാസികൾ മനസ്സിലാക്കണം. കനത്ത ചൂടും ഉഷ്ണതരംഗവുമെല്ലാം അതിന്റെ മറ്റൊരു വശം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നാടണയുന്ന പ്രവാസി സുഹൃത്തുക്കൾ ജലാശയങ്ങളെ വിനോദത്തിനായി തിരഞ്ഞെടുക്കുമ്പോഴും. ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ് ഈ ഒരു വസ്തുത. പലയിടത്തും ചൂടായതിനാൽ തന്നെ വരൾച്ചയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പലരും ജലാശയങ്ങളെ കൂടുതലായി ആശ്രയിക്കാറുമുണ്ട്. ജലാശയങ്ങളിൽ കാര്യമാത്ര ആഴം കാണാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്നാൽ വരാനിരിക്കുന്നത് മഴക്കാലമാണ്. കുത്തിയൊലിക്കുന്ന നദിയിൽ നരനാണ് എന്ന് കരുതി ഓഹോഹോ ഞാനൊരു നരൻ പാടി എടുത്തു ചാടാൻ നിൽക്കരുത്. ജീവനാണ് വലുത് എന്ന ഓർമ്മയോടുകൂടി മാത്രം അവയെ സമീപിക്കുക. മറ്റൊന്ന്, വർദ്ധിച്ചു വരുന്ന നീർനായ ശല്യമാണ്. പുഴകളിൽ ഇക്കാലയളവിൽ വൻതോതിൽ ഇത് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവയുടെ കടിയേൽക്കുന്നതും സ്ഥിരം തലക്കെട്ടായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എടത്വാ നദിയിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് നീർനായയുടെ കടിയേറ്റത്. തലവടി സ്വദേശി പ്രമോദ് രേഷ്മ ദമ്പതികളുടെ മകൻ വിനായകനായിരുന്നു നീർനായയുടെ കടിയേറ്റത്. വിനായകന്റെ കാലിലും പുറത്തുമാണ് നീർനായ കടിച്ചിട്ടുള്ളത്. കുട്ടിയുടെ അമ്മയ്ക്കും സഹോദരനും നീർനായയുടെ കടിയേറ്റിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് നീർനായയുടെ ആക്രമണത്തിൽ ഇവിടെ തന്നെ പരിക്കേൽക്കുകയുമുണ്ടായിട്ടുണ്ട്. ആലപ്പുഴയ്ക്ക് പുറമെ നേരത്തെ കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾക്കും മറ്റും നീർനായകളുടെ കടിയേൽക്കുകയുണ്ടായിരുന്നു. ഗ്രൗണ്ടിലെ കളി കഴിഞ്ഞ ശേഷം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ കടിയേൽക്കുകയുണ്ടായത്. ഇവിടെ 20ഓളം കുട്ടികൾക്ക് നേരെയാണ് നീർനായയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ ഹാദി ഹസൻ, അബ്ദുൽ ഹാദി, മുഹമ്മദ് ഷാദിൻ എന്നിവർക്കാണ് കടിയേറ്റത്. 3 നീർനായകൾ കൂട്ടമായി എത്തി കടിക്കുകയായിരുന്നുവെന്നാണ് കുട്ടികൾ പറഞ്ഞത്. മുൻപും ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിരവധി തവണ ഇത്തരത്തിൽ നീർനായകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇത്തരത്തിൽ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായ ഈ നീർനായ ശല്യത്തിൽ പുഴയോരത്ത് താമസിക്കുന്നവർ ആശങ്കയിലാണ്. പുഴയിലെ ഈ നീർനായകളുടെ ആക്രമണ സ്വഭാവം ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. സാധാരണ ഇവ ആക്രമണം നടത്താറില്ല. ചൂട് കൂടുന്നതും മത്സ്യസമ്പത്ത് കുറയുന്നതുമാണ് ഇവരെ ആക്രമകാരികളാക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ അവധിക്കാലം, വെക്കേഷൻ എല്ലാം ആഘോഷമാക്കാൻ വരുന്ന പ്രവാസി സുഹൃത്തുക്കൾ എപ്പോഴും ഒന്ന് കരുതലോടെ മാത്രം ജലാശയങ്ങളിൽ ഇറങ്ങുവാൻ ശ്രദ്ധിക്കുക.